ഇവിടെ ലക്ഷദ്വീപിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇത്. പണ്ട് ദ്വീപിൽ മിക്ക വീട്ടിൽ ഇതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഈവനിങ് സ്നാക്കായിട്ടും രാത്രി ഡിന്നറിന് ഇതെടുക്കാം. നല്ല സോഫ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. പിന്നെ മീൻ കറിൻ്റെ കൂടെ ഒക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഫിഷൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു 2.5 കപ്പ് റേഷൻ അരി 3 മണിക്കൂർ കുതിർത്തെടുത്താട്ടോ ഇത്. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാട്ടോ എടുത്തത്. നിങ്ങൾക്ക് കുറച്ച് കുറവാണെങ്കിൽ അരിൻ്റെ അളവും ബാക്കി എല്ലാ അളവും ഒന്ന് കുറച്ചെടുത്താൽ മതി. ഇനി ഇത് ഗ്രൈൻഡറിലോ മിക്സിയിലോ ഒന്ന് അരച്ചെടുക്കണം. അത് അരയുന്ന ടൈം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 kg ഫിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടൈപ്പ് ഫിഷ് മിക്സ് ആക്കിയിട്ടാട്ടോ എടുത്തത്. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് മീൻ തന്നെ 1/2 kg എടുത്താൽ മതി. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇങ്ങനെ പദം ഇങ്ങനെ പൊന്തി വരും. ആ പദമൊക്കെ ഒന്ന് കോരി മാറ്റി കൊടുക്കണേ. മീൻ കുക്കായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഫ്ലഷ് മാത്രം എടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചിക്കി എടുക്കുക. ഇത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് പേസ്റ്റ് ചെയ്യരുത്. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി അങ്ങനെ എടുക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. ഇനി ഇത് ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ അരി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. അരി ഇതുപോലെ തരി തരിയായിട്ടായിട്ട് അരച്ചെടുക്കേണ്ടത്. നല്ല ഫൈൻ പേസ്റ്റ് ആവാൻ പാടില്ല. കുറച്ച് തരി പോലെ അങ്ങനെ ഉണ്ടാവണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ മീനിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് വറുത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽ മുളകും കുറച്ച് സ്പൈസസും കൂടി പൊടിച്ചതാട്ടോ വറുത്ത മുളക്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിയും മസാലയും കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ വറുത്ത മുളക് ചേർക്കുന്നുണ്ട് തന്നെ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് പകരം സാധാ ചില്ലി പൗഡർ ഉപയോഗിക്കാത്ത ഈ ഒരു വറുത്ത മുളക് തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഇനി അതിലേക്ക് നേരത്തെ ചിക്കി മാറ്റി വെച്ച ഫിഷ് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ചധികം കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കണേ. കറിവേപ്പില ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ അടുത്ത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത്രയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫിഷ് വേവിച്ച വെള്ളമല്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ അരി അരച്ച ബാക്കി വെള്ളമല്ലേ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഒരു മെയിൻ കറി ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിലേക്ക് ചിരകിയ തേങ്ങ വേണം. ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ലൂസ് ആവരുത്, ഓവറായിട്ട് ഹാർഡ് ആവരുത്. ഒരു മീഡിയം സൈസിലുള്ള ഒരു തിക്നെസ് ആയിരിക്കട്ടെ ഇതിന് വേണ്ടത്. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. ഇനി വേറൊരു പാൻ എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കാണ് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ആ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നല്ലോണം ഇളക്കി ഉള്ളിയും മാവും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കാട്ടോ വേവിക്കുന്നത്. നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി. ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്യാൻ. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം കേട്ടോ. 10 മിനിറ്റ് ഒരു സൈഡ് കുക്കായതിനു ശേഷം മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഒരു 10 മിനിറ്റും കൂടി വേവിച്ചാൽ കറക്റ്റായിട്ട് വരും. ചിലർക്ക് കുറച്ച് ടൈം കൂടി എടുക്കും. നിങ്ങൾ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയിട്ട് ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യണേ. ഇനി ഇത് കുറച്ച് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അരിയും ഫിഷും പിന്നെ ആ തേങ്ങേൻ്റെ ഒക്കെ ടേസ്റ്റായിട്ട് നല്ല രസമുണ്ട് കഴിക്കാൻ. ഞാനിവിടെ സ്നാക്കായിട്ടോ ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ടാട്ടോ ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ലക്ഷദ്വീപിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാനാണെങ്കിൽ ഭയങ്കര സോഫ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും പിന്നെയും കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും.